ഹായ് ഹായ്. അപ്പോൾ ഞാൻ സഞ്ജുവും കൂടി ഇന്നൊരു സ്ഥലത്തേക്ക് പോയെന്ന്. ആരല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണൂരിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഒന്ന് കാണിക്കണമെന്ന്. അപ്പോൾ പറശ്ശിനിക്കടവ് ഞാൻ കാണിച്ചു. പിന്നെ അടുത്തത് ആണ് നമ്മളിപ്പം പോകുന്ന സ്ഥലം പെരുമണ്ണ്. അപ്പോൾ അടുത്ത സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. പെരുമണ്ണിലാണ് നമ്മൾ പോകുന്നത്. പെരുമൺ ദുരന്തം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. പെരുമണ്ണിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും പെരുമൺ ദുരന്തം എന്ന്. എൻ്റെ കണ്ണിൽ കണ്ണൂർ ഇങ്ങനെയല്ലാന്ന് കേട്ടോ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് പെരുമണ്ണിലേക്ക് പോകാം. പാവന്നൂർ കടവ് ചൂളിയാട് റോഡിൽ എന്താടാ ഇത്? പുളിയച്ചാറ് ഉപ്പിലിട്ടെല്ലാം കഴിഞ്ഞാൽ പോലും 2 ദിവസം നല്ല കച്ചവടമായിട്ട് സാധനം കഴിഞ്ഞാന്നാണ് പറഞ്ഞത്. ഒരുപാട് സാധനം ഉണ്ടായിരുന്നു. ബീട്രൂട്ടാ. അപ്പോൾ ആരെങ്കിലും ഈ വഴിക്ക് വരുന്നുണ്ടെങ്കിൽ ഇവരുടെ അടുക്കുന്ന ബീട്രൂട്ടും ഇതെല്ലാം മേടിക്കുക, ഉപ്പിലിട്ടെല്ലാം മേടിക്കുക അല്ലേ? ഏതെല്ലാം ദിവസം ഉണ്ടാവുക? വ്യായാം. ഓക്കെ. അപ്പോൾ ഇത് കാണുന്നവരാരും കൊണ്ടൊക്കെ മേടിക്കും കേട്ടോ. ഇവിടുന്ന് നമ്മളും മേടിക്കാമെന്നെങ്കിലും. നമ്മളപ്പോൾ പെരുമണ്ണ് എത്തി. ഇത് ഇരിക്കൂർന്ന് ഇരട്ടിക്കേക്കുള്ള റോഡാണിത്. അതിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് പെരുമണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, പെരുമൺ ദുരന്തം എല്ലാവരും കേട്ടതായിരിക്കും. അപ്പോൾ നമ്മൾ കുഞ്ഞു മക്കൾ ഉറങ്ങുന്ന സ്മൃതി മണ്ഡപവും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരാം. നമ്മളങ്ങോട്ടേക്ക് പോവാം. അങ്ങോട്ടേക്ക് ഇരിക്കൂറാണ്. ഇരിക്കൂർ ഭാഗത്ത് നിന്ന് ഇരട്ടിക്കേക്ക് വരുന്ന റോഡായത്. അവിടെ തന്നെയാണ് അത് പെരുമണ്ണ് എന്ന് പറയും. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ആ പിടിയൻ്റെ, അതാണ് രാമകൃഷ്ണേട്ടൻ്റെ പിടിയ. രാമകൃഷ്ണേട്ടനും രജനേച്ചി നമ്മളെ എൻ്റെ റിലേഷൻ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു ഏച്ചിയായിട്ട് വരും. അപ്പോൾ അവരുടെ വീട്ടിൻ്റെ മുന്നിൽ തന്നെയാണ് മിഥുന എന്ന് പറയുന്നത് രജനേച്ചിൻ്റെ മോളാണ്. ഒരു മോനും കൂടി ഉണ്ട്, അമൽ. അപ്പോൾ വീട്ടിൻ്റെ മുന്നിൽ തന്നെയായിരുന്നു അപകടം, ആ സൈഡിൽ നിന്ന് തന്നെ. അപ്പോൾ ഇതാണ് മയ്യിൽ പാവന്നൂർ കടവ് റോഡ്. നമ്മളിവിടെ എത്തുമ്പോഴത്തേക്ക് നിതീഷ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മയ്യിൽ നിന്ന് പാവന്നൂർ കടവിലേക്ക് വരുന്ന റോഡ് ഞാനിപ്പോൾ ഈ കാണിച്ചത്. അപ്പോൾ എല്ലാ ഭാഗത്തും ശ്രദ്ധിക്കുക. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്കിപ്പം എൻ്റെ സ്ഥലത്ത് എനിക്ക് കൂടുതലും അറിയാം. അപ്പോൾ അതുകൊണ്ട് പാവന്നൂർ മുട്ടക്കുന്ന് താഴേക്ക് ഇറങ്ങുന്ന ഒരു വലിയ കുത്തനെയുള്ള ഇറക്കമാണ്. അപ്പോൾ വണ്ടികളെല്ലാം ഭയങ്കര ഓവർ സ്പീഡിലാണ് ഇറങ്ങുക. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് റോഡാണ്, പാവന്നൂർ കടവ് ഒരു സ്ട്രെയിറ്റ് റോഡാണ്. അപ്പോൾ അപകടങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം 2 ദിവസം മുന്നേ എൻ്റെ ഇവിടെ അടുത്ത് തന്നെ ഭയങ്കര സൗണ്ട്, ഭയങ്കര സ്പീഡാണ് വണ്ടികൾ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള സൗകര്യങ്ങളെല്ലാം ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്പീഡ് പോകാനോ കാര്യങ്ങൾക്കോ അല്ല, സൗകര്യത്തിന് വേണ്ടിയിട്ട് ആക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് വണ്ടി ഓടിക്കുക, മാക്സിമം സ്പീഡ് കുറക്കുക എന്നാണ് പറയാനുള്ളത്. ഇപ്പം മിനിഞ്ഞാന്ന് 2 ദിവസം മുന്നേ നമ്മളിവിടെ പാണ്ടർമോട്ടൊക്കെ തന്നെ ഒരു ഏട്ടൻ വണ്ടി അടിച്ചിട്ട് മരണപ്പെട്ടു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അപകടങ്ങൾ വളരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. റോഡ് ക്രോസ് ചെയ്യുന്നവരാണെങ്കിലും എല്ലാം ശ്രദ്ധിക്കുക. ഇപ്പോൾ എൻ്റെ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് സ്ട്രെയിറ്റ് ഇറങ്ങി വന്നിട്ടാകുമ്പോൾ ഇവിടുന്ന് നേരെ ഇങ്ങനെ സ്ട്രെയിറ്റ് റോഡാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടുന്ന് ഇങ്ങനെ ഒരു കട്ട് റോഡ് ഈ മെയിൻ റോഡിലേക്ക് മുട്ടുന്നുണ്ട്. മെയിൻ റോഡിലേക്ക് മുട്ടുന്നത് ഈ ഒരു കട്ട് റോഡാണ്. അപ്പോൾ ഇവിടുന്ന് കുട്ടികളെല്ലാം സൈക്കിൾ എടുത്തിട്ടും അതുപോലെ തന്നെ പിടിയിലേക്ക് വരാനെല്ലാം അവരധികം ശ്രദ്ധിക്കണമെന്നില്ല, കുഞ്ഞു കുട്ടികൾ. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ഓടിയിട്ട് റോഡിലേക്ക് കയറും. അപ്പോൾ ഭയങ്കര സ്പീഡിലാണ് ഇറങ്ങിയിട്ട് സ്ട്രെയിറ്റ് റോഡായതുകൊണ്ട് അവർക്ക് അങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് സ്പീഡിലാണ് വണ്ടികൾ പോകുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഭാഗത്തേക്ക് വരുന്ന വണ്ടികൾ, ഈ വീഡിയോ കാണുന്നവർ നമ്മൾ ഈ ഭാഗത്തോട്ട് പോകുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് എന്തെങ്കിലും പറ്റിയതിന് ശേഷം നമ്മളൊന്നും പറഞ്ഞിട്ടോ
അല്ലെങ്കിൽ ഒന്നും നമുക്ക് തിരിച്ചെടുക്കാനൊന്നും പറ്റില്ല. അതിനൊരു പ്രായശ്ചിത്വം ഇല്ല. മനുഷ്യജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട് തന്നെയാണ്. അതിന് വേറെ ഒരു പരിഹാരവും ഇല്ല. അപ്പോൾ പെരുമണ്ണ് പോയിട്ട് വന്നു. എന്താ പറയേണ്ടതെന്നറിയില്ല. ഈ ഡിസംബർ 4 പെരുമൺ ദുരന്തം നടന്നിട്ട് 16 വർഷങ്ങൾ തികയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്നാൽ പോലും നമ്മളെ കേരളത്തിൻ്റെയും നമ്മളെ കണ്ണൂരിൻ്റെയും ഒരു തീരാ ദുഃഖം തന്നെയാണ് പെരുമൺ ദുരന്തം. വൈകുന്നേരം സ്കൂളും വിട്ട് വരുന്ന 20ഓളം പിഞ്ചു കുട്ടികളെ ദേഹത്തേക്ക് ഒരു പിക്കപ്പ് വാൻ ഓടിച്ച് കയറിയായിരുന്നു. അയാൾ ഉറങ്ങിപ്പോയോ എന്താ കാരണം എന്നുള്ളത് അറിയില്ല. അയാൾ ശിക്ഷ അനുഭവിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഒരു ശിക്ഷയോ ഒരു പരിഹാരമോ ഇല്ലാത്തതാണ് നമ്മളൊരു ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത്. അപ്പോൾ 20ഓളം കുട്ടികൾ വരിയായിട്ട് സ്കൂളും വിട്ട് നടന്നു വരുമ്പോഴാണ് ഈ വണ്ടി പാഞ്ഞ് കയറുന്നത്. അതിൻ്റെ അകത്ത് തൽക്ഷണം അവിടെ നിന്ന് തന്നെ 9 കുട്ടികൾ മരിച്ചു. ഒരു കുട്ടി പിന്നെ ഹോസ്പിറ്റലിൽ നിന്നും മരിച്ചു. അങ്ങനെ 9 കുഞ്ഞ് അനിയത്തിമാരും ഒരു അനിയനും നമുക്ക് നഷ്ടപ്പെട്ടു. നമുക്ക് ഇവിടുന്ന് ഒരു 15 മിനിറ്റേ ഉള്ളൂ. ആ വാർത്ത കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ 16 വർഷം ബാക്കോട്ടേക്കാണ് സ്കൂളെല്ലാം വിട്ട് വന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് സന്ധ്യക്കാണ് ഈ വാർത്ത അറിയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു. എന്താണ് അറിയുന്നില്ല. അപ്പോൾ അതൊരു തീരാ ദുഃഖം തന്നെയാണ് നമ്മളെല്ലാവരെയും. മിഥുന എന്ന് പറയുന്ന കുഞ്ഞുമോള് അവരെ വീട്ടിലെത്താനായി ഗേറ്റിനടുക്ക് എത്തിയപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ അവരോടൊന്നും സംസാരിച്ചു. ഞാൻ വീഡിയോയിലോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. രൈനേച്ചിനോട് സംസാരിച്ചു, രാമകൃഷ്ണനോട് സംസാരിച്ചു. ഒന്നും അവരെ ഇപ്പോൾ അവർക്ക് അങ്ങനെയാണല്ലോ മക്കൾ എന്നെല്ലാം വെച്ച് കഴിഞ്ഞാൽ അച്ഛനമ്മമാർക്ക് അങ്ങനെയല്ലേ. അവർ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും 16 അവർക്ക് ജീവനുള്ള കാലം വരെയും അതെപ്പോഴും അവരെ നഷ്ടമായിട്ടും അതുപോലെ തന്നെ അവർക്കത് അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്നും കൂടുതൽ ചോദിച്ചോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള വെച്ചാൽ റോഡ് അപകടങ്ങൾ കൂടിക്കൂടി വരുമെന്ന്. എൻ്റെ ഇവിടെ നിന്ന് തൊട്ട് ചൂളിയാട് കുറച്ച് ഒരു മാസങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടി അമ്മയുടെ കൈയും പിടിച്ച് നിൽക്കുമ്പം പീടികയിലേക്കോ മറ്റോ റോഡിലേക്കോ ഓടിയിട്ട് ഒരു വണ്ടി അങ്ങനെ ഒരു അപകടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഇവിടെ തൊട്ട് മേല. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുട്ടികളെല്ലാം റോഡ് മുറിച്ചിടും. കുട്ടികളെന്ന് മാത്രമല്ല വലിയ ആളായാലും ഞാനടക്കം നമ്മളെല്ലാവരും പല ചെറിയൊരു അശ്രദ്ധ കൊണ്ട് നമുക്ക് വലിയൊരു അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്, നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. നമ്മൾ മാത്രം അവനവൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആയാലും ഓരോരാളും അവരവരെ കൊണ്ടാകുന്ന രീതിയിൽ ശ്രദ്ധിക്കുക. നമ്മൾ റോഡും കാര്യങ്ങളും എല്ലാം വികസനവും കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളിങ്ങനെ ഓവർ സ്പീഡിലും ശ്രദ്ധയില്ലാണ്ടും ഹെൽമെറ്റ് ഇടാണ്ടും സീറ്റ് ബെൽറ്റ് ഇടാണ്ടും എല്ലാം യാത്ര ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടങ്ങളുടെ ആഘാതമാണ് കൂടുന്നത്. ഒരു ജീവൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് വില കൊടുത്താലും നമുക്ക് തിരിച്ചു കിട്ടാത്തതാണ് നമുക്കൊരു ജീവൻ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. കുഞ്ഞുമക്കളെല്ലാം സ്കൂളും വിട്ട് വരുമ്പോൾ അതുപോലെ നമ്മൾ കൈ പിടിച്ചിട്ട് അവർ റോഡ് സൈഡിലൂടെ നടക്കുമ്പോൾ എല്ലാം നമ്മൾ ശ്രദ്ധിക്കുക, കൂടുതൽ ശ്രദ്ധിക്കുക. ഈ അടുത്ത കാലത്തായിട്ട് ഏകദേശം റോഡ് അപകടങ്ങളിൽ മാത്രം നമുക്ക് 3000ഓളം ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മളെ കേരളത്തിൽ. അതുപോലെ തന്നെ ഏകദേശം 40-45 മേലെ ആൾക്കാർ റോഡ് അപകടങ്ങളിൽ പരിക്ക് പറ്റി കഴിയുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഓരോ അപകടവും ഇൻഷൂർ കിട്ടുമോ ഇങ്ങനത്തെ ഒന്നും അതെല്ലാം അതിൻ്റെ അപ്പുറം വരുന്ന കാര്യങ്ങളാണ്. നമുക്ക് മനുഷ്യജീവൻ ഓരോ ജീവനും അത്രയും വിലപ്പെട്ടതാണ്. നമ്മളെല്ലാവരും നമ്മൾ കംഫർട്ടായിട്ടായിരിക്കും ഫോൺ വിളിച്ചിട്ട് വണ്ടി ഓടിക്കുന്നുണ്ടാവുക, ഹെൽമെറ്റ് ഇടാണ്ട് വണ്ടി ഓടിക്കുന്നുണ്ടാവുക, ഓവർ സ്പീഡ് പോകുന്നുണ്ടാവുക. പക്ഷേങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ അവരൊന്നും അറിയാണ്ട് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ മനുഷ്യജീവന് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത കാലത്താണ് നമ്മളെല്ലാം ജീവിച്ചു പോകുന്നത്. ഇന്ന് കിടന്നാൽ നാളെ എണീക്കുമെന്ന് പോലും ഉറപ്പുമില്ല. ഓരോ ആളെ പിന്നിലും ഓരോ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. നമ്മളെല്ലാം നമ്മളെ കൂടെയുള്ളവരെ ശ്രദ്ധിക്കുക, നമ്മളെ ചുറ്റുമുള്ളവരെ ശ്രദ്ധിക്കുക. അതുമാത്രമേ നമുക്കിതിനൊരു പരിഹാരമുള്ളൂ. എൻ്റെ ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാരണം ഒരാൾക്ക് ഒരു അപകടം വരാതിരിക്കാനോ നമുക്കും അപകടം വരാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.